ചക്രവാണി ക്ലാസ്സസ് 2.0 ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇലക്ഷൻ 2024 ആണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് എത്രാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് 2024 നടന്നത്? 18ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് 2024 നടന്നത്. ഇപ്പോൾ 18ാം ലോക്സഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആദ്യത്തെ ലോക്സഭ സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15 കൂടിയും നമ്മുടെ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലയളവിലാണ്. അപ്പോൾ 1952 ഒരു തിരഞ്ഞെടുത്ത സഭ അധികാരത്തിൽ വന്നത് 1952. അപ്പോൾ അന്ന് ഒന്നാം ലോക്സഭ 1952 നിലവിൽ വന്നു. അതിനുശേഷം 17 ലോക്സഭകൾ കഴിഞ്ഞുപോയി. ഇനി 2024 18ാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. ആ തിരഞ്ഞെടുപ്പ് നടന്നു, നിങ്ങൾക്കറിയാം. തിരഞ്ഞെടുപ്പ് നടന്ന് ദേശീയ ജനാധിപത്യ സഖ്യം അധികാരം നിലനിർത്തി. അപ്പം 3ാം തവണയാണ് ദേശീയ ജനാധിപത്യ സഖ്യം തുടർച്ചയായിട്ട് അധികാരത്തിലെത്തുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ 18ാമത്തെ ഇലക്ഷൻ എങ്ങോട്ടാണ് നടന്നത്? ലോക്സഭയിലേക്കാണോ രാജ്യസഭയിലേക്കാണോ? ലോക്സഭയിലേക്കാണ് ജനങ്ങൾ നേരിട്ട് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ 18ാം ലോക്സഭാ ഇലക്ഷൻ നടന്നത് ലോക്സഭയിലേക്കാണ്. 18ാമത്തെ ലോക്സഭ ഇലക്ഷൻ ആണെന്ന് നമ്മൾ കണ്ടു. ഇനി ആകെ എത്ര സീറ്റാണ് ലോക്സഭയിലേക്കുള്ളത്? ആകെ 543 സീറ്റാണ് ലോക്സഭയിലേക്ക് ഇലക്ഷൻ നടത്തുക. ലോക്സഭയിലേക്ക് പരമാവധി 550 പേര് വരെ ആകാം. ഇപ്പോൾ നിലവിലെ സ്ട്രെങ്ത് നേരിട്ട് ഇലക്ഷൻ നടത്തുന്നത് 543 പേരെയാണ് തിരഞ്ഞെടുക്കുക. ഇനി ഈ 543 പേര് എത്ര സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശത്തു നിന്നാണ്? നമുക്കറിയാം, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ട് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. ആ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ നേരിട്ടാണ് ഈ 543 പേരെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്നവരുടെ കാലാവധി എത്ര വർഷമാണ്? അത് 5 വർഷമാണ്. ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്, ഇത് മൂന്നും ചേർന്നാണ് ഇന്ത്യയുടെ പാർലമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുക. ഇനി കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറയുന്ന പാർട്ടാണ് പാർട്ട് 5. അങ്ങനെയാണെങ്കിൽ ഭരണഘടനയിൽ ആകെ എത്ര പാർട്ടുകളുണ്ട്? ഭരണഘടനയിൽ ആകെ 25 പാർട്ടുകളാണ് ഉള്ളത്. അപ്പോൾ ആ 25 പാർട്ടിലെ പാർട്ട് 5 കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറയുക. അതിനകത്താണ് 52 മുതൽ 151 വരെ ആർട്ടിക്കിളുകളാണ് പാർട്ട് 5 വരിക. ആർട്ടിക്കിൾ 52 മുതൽ 151 വരെയാണ് പാർട്ട് 5. അപ്പോൾ അതിൽ പാർലമെന്റിന്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 79 ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 79. അതേസമയം ആർട്ടിക്കിൾ 80 രാജ്യസഭയെ കുറിച്ച് പറയുന്നു. രാജ്യസഭയെ തന്നെയാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നും അറിയപ്പെടുക. ഇനി രാജ്യസഭയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് രാജ്യസഭയുടെ പിതാവ്. ഇനി ആർട്ടിക്കിളിലേക്ക് തിരിച്ചു വരുമ്പോൾ ആർട്ടിക്കിൾ 81 ലോക്സഭയിലേക്കുള്ള ആർട്ടിക്കിൾ. അപ്പോൾ ഇലക്ഷൻ 2024 ബന്ധപ്പെട്ട് ഏത് ആർട്ടിക്കിളാണ് ലോക്സഭയെ കുറിച്ച് പ്രതിപാദിക്കുക എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 81. ഇത് നമുക്കറിയാം, 52 മുതൽ 151 വരെയുള്ള ഏതൊരു ആർട്ടിക്കിളാണ് നമുക്ക് കാണുന്നതെങ്കിലും അത് ഏത് പാർട്ടായിരിക്കും? പാർട്ട് 5 ആയിരിക്കും. പാർട്ട് 5 കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറയുന്നു. അതേസമയം പാർട്ട് 6 ആണെങ്കിൽ സംസ്ഥാന സർക്കാരുകളെ കുറിച്ച് പറയുന്നു. പാർട്ട് 6 സംസ്ഥാന സർക്കാരുകളെ കുറിച്ച് പറയുന്നു. ഇനി പാർട്ട് 7 ഭരണഘടനയിൽ ഇപ്പോൾ നിലവിലില്ല. പാർട്ട് 7 നിലവിലില്ല. അതേസമയം പാർട്ട് 8 പറയുന്നതെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ കുറിച്ചുമാണ് പ്രതിപാദ്യമെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ലോക്സഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 81. അത് ഫിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഒരു തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പിലേക്കുള്ള വിജ്ഞാപനം ആരാണ് പുറപ്പെടുവിക്കുക? തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം കേന്ദ്ര തലത്തിൽ ലോക്സഭ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുക രാഷ്ട്രപതിയാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക. അതങ്ങനെയാണെങ്കിൽ ആരുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി ഈ തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം ഇറക്കുക? ഇലക്ഷൻ കമ്മീഷനാണ് ശുപാർശ നൽകുക. ഇലക്ഷൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറക്കുക എന്നും ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പുകൾ നടത്തുക. ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുക? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഈ 6 തെരഞ്ഞെടുപ്പുകളും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് നടത്തുക.
അപ്പോൾ ആർട്ടിക്കിൾ 324 ഇന്ത്യക്കൊരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 324. അതേസമയം ആർട്ടിക്കിൾ 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമെന്നും ഓർത്ത് വയ്ക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. നമുക്കറിയാം റെപ്പറ്റീഷൻ ഈസ് ദി മദർ ഓഫ് ടീച്ചിങ്. ഇനി നമ്മൾ കറണ്ട് അഫയർ ഭാഗത്തേക്ക് വരുമ്പോൾ 2024 വിജ്ഞാപനം നമ്മൾ പറഞ്ഞു. വിജ്ഞാപനം രാഷ്ട്രപതി ഇറക്കുക. അപ്പോൾ എന്നാണ് 2024 തെരഞ്ഞെടുപ്പിലേക്കുള്ള വിജ്ഞാപനം വന്നത്? 2024 തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം മാർച്ച് 28, 2024 വന്നത്. മാർച്ച് 28, 2024. അങ്ങനെയാണെങ്കിൽ എത്ര ഘട്ടങ്ങളായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്നത്? ആകെ 7 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ ഒന്നാം ഘട്ടം നടന്നത് ഏപ്രിൽ 19, 2024. 19 ഏപ്രിൽ 2024. അതേസമയം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പാണ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കേണ്ടത്. ഒരാഴ്ച കഴിഞ്ഞ്, അതായത് ഏപ്രിൽ 19 7 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 26, 2024 രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ്. അപ്പോൾ എന്താണ് രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഏത് ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് ചോദിച്ചാൽ രണ്ടാം ഘട്ടത്തിലാണ്. അപ്പോൾ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടാം ഘട്ടമാണ്. ഇനി ആ ദിവസം എന്നാണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 26, 2024. അങ്ങനെ 7 ഘട്ടങ്ങൾ പൂർത്തിയാക്കി ജൂൺ 4, 2024 ഇലക്ഷന്റെ ഫലപ്രഖ്യാപനം ഉണ്ടായത്. ജൂൺ 4, 2024 ഇലക്ഷന്റെ ഫലപ്രഖ്യാപനം ഉണ്ടായത്. ആ ഫലപ്രഖ്യാപനത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിലെത്തി. BJPയുടെ നേതൃത്വത്തിലുള്ളൊരു സർക്കാരാണ് രൂപവൽക്കരിച്ചതെന്നും ഓർത്തു വയ്ക്കുക. ഇനി 7 ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും കുറവ് സീറ്റിലേക്ക് നടന്ന ഘട്ടം, ഇലക്ഷൻ നടന്ന ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ അത് 5ാം ഘട്ടമാണ്. 5ാം ഘട്ടത്തിലാണ് ഏറ്റവും കുറവ് മണ്ഡലങ്ങളിലേക്ക് ഇലക്ഷൻ നടന്നതെന്നുകൂടി ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ ഇത് പഠിക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടൊന്ന് ഓർത്തു വയ്ക്കേണ്ട ഒരു പോയിന്റാണ് നോട്ടിഫിക്കേഷൻ ഡേറ്റുകൾ കഴിഞ്ഞു. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ നോമിനേഷൻസ് ഫയൽ ചെയ്യാം. അങ്ങനെ നോമിനേഷൻസ് ഫയൽ ചെയ്യാൻ കാൻഡിഡേറ്റ്സിന് അവസരം നൽകും. അങ്ങനെ നോമിനേഷൻസ് ഫയൽ ചെയ്യും. നോമിനേഷൻ ഫയൽ ചെയ്തതിന് ശേഷം അത് സ്ക്രൂട്ടിനി ചെയ്യും. അതായത് അവരുടെ സത്യപ്രസ്താവനകളെല്ലാം ശരി തന്നെയാണോ എന്ന് നോക്കും. അതിനുശേഷം ഇലക്ഷൻ കമ്മീഷൻ അത് അംഗീകരിക്കും. ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർക്കാണ്, ആർക്കാണ് നമ്മൾ നോമിനേഷൻ നൽകുക എന്ന് ചോദിച്ചാൽ അത് റിട്ടേണിംഗ് ഓഫീസർക്കാണ് നോമിനേഷൻ നൽകുക. ഇപ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ച്, ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ റിട്ടേണിംഗ് ഓഫീസർ ആരാണെന്ന് ചോദിച്ചാൽ ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടറാണ് ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ. അപ്പോൾ തിരുവനന്തപുരം എന്ന ഒരു ജില്ലയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 2 പാർലമെന്റ് മണ്ഡലങ്ങളാണുള്ളത്, ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഒന്ന് തിരുവനന്തപുരവും ആറ്റിങ്ങലും. അപ്പോൾ 2024 പുതുതായിട്ട് വന്ന ഒരു തീരുമാനമാണ് 2 ഇതിലേക്കുള്ള റിട്ടേണിംഗ് ഓഫീസർമാർ 2 പേരായിരിക്കണം. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലേക്കുള്ള റിട്ടേണിംഗ് ഓഫീസറായിട്ട് ജില്ലാ കളക്ടറെയും അതേസമയം ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ചാർജ് റിട്ടേണിംഗ് ഓഫീസറായിട്ട് ADM അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെയാണ് ചുമതല ഏൽപ്പിച്ചത്. അത് ഈ വർഷം വന്നൊരു മാറ്റമാണ്. അല്ലെങ്കിൽ ജില്ലാ കളക്ടർ തന്നെയായിരിക്കും 2 മണ്ഡലങ്ങളുടെയും ചുമതല വഹിക്കുക. ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇലക്ഷൻ വിജ്ഞാപനമായി. ഇലക്ഷൻ വിജ്ഞാപനം വന്നു. നോമിനേഷൻ ഫയൽ ചെയ്യും. പിന്നെ സ്ക്രൂട്ടിനി ചെയ്യും. ആ സ്ക്രൂട്ടിനി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് നോമിനേഷൻ ഫയൽ ചെയ്ത ആൾക്കാർക്ക് പിൻവലിക്കാനുള്ള അവസരം നൽകും. അങ്ങനെ എത്ര പേര് പിൻവലിക്കുന്നോ അതിനുശേഷം വോട്ടർ എത്ര പേരാണോ ഉള്ളത് അതിനനുസരിച്ച് ബാലറ്റ് തയ്യാറാക്കും. ഇപ്പം നമുക്കറിയാം EVM-ലാണ് വോട്ടിംഗ് നടക്കുക. പിന്നീട് ഒരു ദിവസം, നിശ്ചിത ദിവസം വോട്ടിംഗ് നടക്കും. വോട്ടിംഗ് നടന്നതിന് ശേഷം എന്ത് ചെയ്യും? ഇലക്ഷൻ്റെ ഫലപ്രഖ്യാപനവും നടക്കും. ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്കും ഇലക്ഷൻ തീയതിക്ക് മുമ്പ് തന്നെ വോട്ടിംഗ് ആരംഭിക്കും. എങ്ങനെയാണ്? പോസ്റ്റൽ വോട്ട് എന്നൊരു പ്രക്രിയ കൂടിയുണ്ട്. പോസ്റ്റൽ വോട്ട്, അതായത് പ്രായമായവർ, മുതിർന്ന പൗരന്മാർക്ക്, ഭിന്നശേഷിക്കാർക്ക് തുടങ്ങിയവർക്കൊക്കെ വോട്ടിംഗ് അവരുടെ വീടുകളിൽ തന്നെ ചെയ്യാം. അതിനെയാണ് പോസ്റ്റൽ വോട്ട് എന്ന് പറയുക. അതുപോലെ സർവീസിലിരിക്കുന്ന അല്ലെങ്കിൽ ഇലക്ഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ, ഇവർക്കൊക്കെ പോസ്റ്റൽ വോട്ട് അനുവദിക്കും. അപ്പോൾ പോസ്റ്റൽ വോട്ടിനെ കുറിച്ച് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നിലവിൽ മുതിർന്ന പൗരന്മാർക്ക് എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് പോസ്റ്റൽ വോട്ട് നൽകുക? ആ ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ ഇത്തവണ അത് റിവൈസ് ചെയ്തിട്ടുണ്ട്. 85 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. അപ്പോൾ എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് പോസ്റ്റൽ വോട്ട് നൽകുക എന്നാണ് ചോദ്യമെങ്കിൽ 85 വയസ്സിന് മുകളിൽ, 85ഓ അതിന് മുകളിലോ പ്രായമുള്ളവർക്കാണ്, മുതിർന്ന പൗരന്മാർക്കാണ് പോസ്റ്റൽ വോട്ട് അനുവദിക്കുക എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ കണ്ടു ഭിന്നശേഷിക്കാർക്ക് നൽകും, സർവീസിലുള്ള
ജീവനക്കാർക്കും നൽകുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. ഇനി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ 2024 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ആപ്പുകൾ പുറത്തിറക്കി. ആ ആപ്പുകൾ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഒന്നാമത്തെ ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട്. വോട്ടർ ടേൺ ഔട്ട് അതായത് വോട്ടിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കാനുള്ളൊരു ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട്. ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇലക്ഷൻ തുടങ്ങി 1 മണിക്കൂറായപ്പോൾ എത്ര പോളിംഗ് നടന്നു, അങ്ങനെയുള്ള ശതമാനങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്ന ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട്. ഇനി രണ്ടാമത്തെ ആപ്പാണ് സക്ഷം. സക്ഷം എന്ന ആപ്പ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു ആപ്പാണ്. പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഭിന്നശേഷിക്കാർക്ക് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന ആപ്പാണ് സക്ഷം. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കൊണ്ടുവന്ന ആപ്പ് ഇലക്ഷൻ കമ്മീഷൻ ഈ തിരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന ആപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് സക്ഷം ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത പോർട്ടലാണ് സുവിധ പോർട്ടൽ. സുവിധ പോർട്ടൽ അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു തിരഞ്ഞെടുപ്പ് ആവുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ദേശീയ പാർട്ടികളുണ്ടാവാം, സംസ്ഥാന പാർട്ടികളുണ്ടാവാം. ഇവയെല്ലാം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ടുന്ന അനുമതികൾ, പല അനുമതികളും അവർ നേടേണ്ടതായിട്ട് വരും. ആ അനുമതികൾ നൽകാൻ വേണ്ടി ആരംഭിച്ച ഒരു ആപ്പാണ് സുവിധ പോർട്ടൽ, അല്ലെങ്കിൽ പോർട്ടലാണ് സുവിധ പോർട്ടൽ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിവിധ അനുമതികൾ നേടാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന ആപ്പ് ഏതെന്ന് ചോദിച്ചാൽ അതാണ് സുവിധ പോർട്ടൽ. ഇനി മറ്റൊരു ആപ്പാണ് സി വിജിൽ. സി വിജിൽ അതായത് പെരുമാറ്റ ചട്ടലംഘനം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ചില പെരുമാറ്റ ചട്ടലംഘനങ്ങൾ വരും. അതായത് പിന്നെ പുതിയ പദ്ധതികളൊന്നും സർക്കാർ പ്രഖ്യാപിക്കാൻ പാടില്ല. പല നിർദ്ദേശങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പോട്ട് വയ്ക്കും. അതെല്ലാം അനുസരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന നിയമങ്ങളെ മറികടന്നുകൊണ്ട് എന്തെങ്കിലും അനീതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവയെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പൊതുജനങ്ങൾക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യാം. അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ആപ്പാണ് സി വിജിൽ. അതായത് പെരുമാറ്റ ചട്ടലംഘനം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന ആപ്പാണ് സി വിജിൽ. സി വിജിൽ. ഇനി അടുത്തൊരു ആപ്പാണ് എൻകോർ. എൻകോർ എന്ന ആപ്പ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ നോഡൽ ഓഫീസർമാരെ അറിയിക്കാനുള്ള സമഗ്രമായ ആപ്പാണ് എൻകോർ. എൻകോർ അപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നോഡൽ ഓഫീസർമാരെ അറിയിക്കാനുള്ള സമഗ്രമായ ആപ്പാണ് എൻകോർ. അപ്പോൾ ഇത്രയും ആപ്പിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക. അതിൽ ഏറ്റവും പ്രധാനമാണ് സക്ഷം. അത് ഈ ഇടയ്ക്ക് കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യനിൽ PSC ചോദിച്ച ചോദ്യമാണെന്ന് ഓർക്കണം. അപ്പോൾ നമ്മൾ ആപ്പുകളായി, നോട്ടിഫിക്കേഷനായി. ഇനി നമ്മൾ നോക്കേണ്ടത് പോളിങ്ങിനെ കുറിച്ചാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിലേക്കല്ല, ആദ്യം ഇന്ത്യയിൽ നിന്നുള്ള മൊത്ത വീക്ഷണമാണ് നടത്തുക. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് പൊതുവിലൊരു ചോദ്യം വന്നാൽ അത് ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ പോളിംഗ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്, ഏത് സംസ്ഥാനത്തോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്താണെന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപിലാണ്. നിങ്ങൾക്കറിയാം ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. രണ്ടാം സ്ഥാനത്ത് എത്തിയത് ഏതാണെന്ന് ചോദിച്ചാൽ ആസാമാണ്. അപ്പോൾ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചാൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് ഏറ്റവും കൂടുതലെന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപാണ്. അതേസമയം ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നതെന്ന് ചോദിച്ചാൽ അത് ആസാമാണ്. ഇനി ഇന്ത്യ മൊത്തത്തിൽ എവിടെയാണ്, 28 സ്റ്റേറ്റും 8 കേന്ദ്രഭരണ പ്രദേശവും കൂടി നോക്കി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപാണെന്നും കൂടി ഓർത്ത് വയ്ക്കുക. ഇനി ഏറ്റവും കുറവ് പോളിംഗ് നടന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബീഹാറാണ്. ബീഹാറിലാണ് ഏറ്റവും കുറവ് പോളിംഗ് നടന്നത്. അപ്പോൾ പോളിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ട അടുത്ത കാര്യമാണ് കേരളവും ഈ തെരഞ്ഞെടുപ്പും. എങ്ങനെയാണ് കേരളം? കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ്? അത് മലപ്പുറം ജില്ലയാണ്. നമുക്കറിയാം ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനം ഏതെന്ന്, ഏറ്റവും കൂടുതലുള്ള ജില്ല, ജനസംഖ്യയിൽ ഒന്നാമത് നിൽക്കുന്ന ജില്ല ഏതാണെന്ന് നമുക്കറിയാം, അത് മലപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാലും മലപ്പുറം തന്നെയാണ്. ഇനി ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ വയനാടാണ്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല വയനാടാണ്. സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള ജില്ല ചോദിച്ചാലും മലപ്പുറമാണ്. അപ്പോൾ മലപ്പുറം 2 പോയിന്റായി കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല
ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള ജില്ല ചോദിച്ചാലും മലപ്പുറം. അതേസമയം ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല ചോദിച്ചാൽ അത് വയനാടാണ്. ഇനി ട്രാൻസ്ജെൻഡേഴ്സ് ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. പ്രവാസി വോട്ടർമാർ, നിങ്ങൾക്കറിയാം പ്രവാസി വോട്ടർമാർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കോഴിക്കോടാണ്. പ്രവാസി വോട്ടർമാർ കൂടുതലുള്ളത് കോഴിക്കോടാണ്. ഇനി കേരളവും പോളിങ്ങും. കേരളത്തിൽ എത്ര ശതമാനമായിരുന്നു ഇത്തവണത്തെ പോളിംഗ്? കേരളത്തിൽ 71%, 71.16%, 71.16%, 71.16% കേരളത്തിലെ പോളിംഗ് ശതമാനം. അതേസമയം കേരളത്തിൽ ഏത് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നതെന്ന് ചോദിച്ചാൽ വടകര മണ്ഡലമാണ്. വടകര മണ്ഡലം. അതേസമയം കേരളത്തിൽ ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ട മണ്ഡലമാണ്. പത്തനംതിട്ട മണ്ഡലം. ഇനി വടകര മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പോയിന്റാണ്, വടകരയിൽ നിന്ന് വിജയിച്ചത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് വിജയിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? നിയമസഭ അദ്ദേഹം പാലക്കാട് നിന്നുള്ള MLA ആയിരുന്നു, അത് രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ ഏത് മണ്ഡലത്തിൽ നിന്നാണ് MLA ആയിരുന്നെന്ന് ചോദിച്ചാൽ, ഷാഫി പറമ്പിൽ ഏത് മണ്ഡലത്തിലെ MLA ആയിരുന്നു എന്ന് ചോദിച്ചാൽ അത് പാലക്കാട് നിന്നുള്ള MLA ആയിരുന്നു. അതുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. ഷാഫി പറമ്പിൽ വിജയിച്ച മണ്ഡലം വടകരയാണ്. അതേസമയം പത്തനംതിട്ടയാണ് ഏറ്റവും കുറവ് വോട്ട് നടന്നതെന്ന് പറഞ്ഞു, ഏറ്റവും കുറവ് പോളിംഗ് നടന്നത്. ഇനി പത്തനംതിട്ടയിൽ നിന്ന് വിജയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആന്റോ ആന്റണിയാണ്. ആന്റോ ആന്റണി. അപ്പോൾ ഇതുവരെ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ പോളിംഗ് ശതമാനം, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന തീയതികൾ, ഇതെല്ലാം നോക്കി. ഇനി ലോക്സഭയുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിവരങ്ങളൊന്ന് നോക്കാം. ആകെ നിങ്ങൾക്കറിയാം ലോക്സഭയിലേക്കുള്ളത് 543 സീറ്റിലേക്കാണ് ഇലക്ഷൻ നടന്നത്. അങ്ങനെയാണെങ്കിൽ 50-ന് മുകളിൽ സീറ്റുള്ള എത്ര സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ? അങ്ങനെ ഒരു ചോദ്യമാണെങ്കിൽ തർക്കമൊന്നുമില്ല, ഒറ്റ സംസ്ഥാനം മാത്രമേ ഉള്ളൂ. ഏക സംസ്ഥാനം മാത്രമാണ് 50-ന് മുകളിൽ പോളിംഗ് ഉള്ള, 50-ന് മുകളിൽ സീറ്റുള്ള ലോക്സഭാ സീറ്റുകളുള്ള ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ ആകെ 80 സീറ്റാണുള്ളത്. ഉത്തർപ്രദേശിലാകെ 80 സീറ്റാണുള്ളത്. അതേസമയം ഉത്തർപ്രദേശിൽ എത്ര രാജ്യസഭാ സീറ്റുണ്ട്? 31 രാജ്യസഭാ സീറ്റുണ്ട്. 80 ലോക്സഭാ സീറ്റും 31 രാജ്യസഭാ സീറ്റും. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റ് ഉള്ളത് ചോദിച്ചാലും UP തന്നെയാണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റ് ഉള്ളത് ചോദിച്ചാലും UP ആണ്. അതിന് കൗതുകകരമായിട്ടൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്, തമിഴ്നാട്ടിൽ എത്ര സീറ്റുണ്ട്? തമിഴ്നാട്ടിൽ ആകെ എത്ര ലോക്സഭാ സീറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ 39 ലോക്സഭാ സീറ്റാണുള്ളത്. തമിഴ്നാട്ടിൽ 39 ലോക്സഭാ സീറ്റ്. നമ്മളെ ഒരു അയൽ സംസ്ഥാനം കൂടെയാണെന്ന് അറിയാമല്ലോ തമിഴ്നാട്, അതുകൊണ്ടൊരു കൗതുകത്തിന് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് ലോക്സഭയുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫലപ്രഖ്യാപനം. ഫലപ്രഖ്യാപനം നടന്നത് 2024 ജൂൺ 4-നാണ്. 2024 ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം ഉണ്ടായത്. അങ്ങനെ ഫലപ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ വ്യക്തമായി ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പോൾ എന്താണ് കേവല ഭൂരിപക്ഷം? കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ലോക്സഭയിലേക്ക് ഉള്ളത് ആകെ 543 സീറ്റാണ്. ഈ 543 സീറ്റിന്റെ പകുതി +1, അതായത് 272 സീറ്റ്, ഏകദേശം 272 സീറ്റ് വേണം കേവല ഭൂരിപക്ഷത്തിന്. കേവല ഭൂരിപക്ഷത്തിന് 272 സീറ്റാണ് വേണ്ടത്. അങ്ങനെ ഒരു കക്ഷിക്കും, ഒറ്റ കക്ഷിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആരായിരുന്നു ചോദിച്ചാൽ അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. 240 സീറ്റ് 240 സീറ്റ് നേടി ഭാരതീയ ജനതാ പാർട്ടിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് മാറിയത്. രണ്ടാം സ്ഥാനത്തെത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആകെ കിട്ടിയ സീറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 99 സീറ്റാണ്. 99 സീറ്റ്. അപ്പോൾ ആരധികാരത്തിലെത്തി? 240 സീറ്റ് കൊണ്ട് ഒരു മുന്നണിക്കും ഒരാൾക്കും ഭരിക്കാൻ പറ്റില്ല, ഒരു പാർട്ടിക്കും ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കൊയിലീഷൻ ഗവൺമെന്റ് വരും, അതായത് സഖ്യകക്ഷി ഭരണം. ഇന്ത്യ ഇന്ന് ഏത് ഭരണത്തിലാണെന്ന് ചോദിച്ചാൽ ഒരു സഖ്യകക്ഷി ഭരണമാണ്. രണ്ടോ അതിൽ കൂടുതലോ കക്ഷികൾ ചേർന്നാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുക. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് BJP. രണ്ടാമത്തെ പ്രധാന കക്ഷിയാണ് TDP, അതായത് തെലുഗു ദേശം പാർട്ടി. പിന്നെ JDU, പിന്നെ ശിവസേന. ഈ സഖ്യങ്ങൾ ചേർന്നാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുക. അതുകൊണ്ട് ഇതൊരു കൊയിലിയേഷൻ ഗവൺമെന്റ് ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ NDA, ദേശീയ ജനാധിപത്യ സഖ്യം എന്ന സർക്കാരാണ് നിലവിൽ ഇന്ത്യ ഭരിക്കുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ്. 3-ാം തവണയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 2024 ജൂൺ 9-നാണ് നരേന്ദ്രമോദി
സത്യപ്രതിജ്ഞ ചെയ്തതെന്നും ഓർത്തു വയ്ക്കണം. 2024 ജൂൺ 9 മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും കേരളത്തിൽ ആകെ എത്ര സീറ്റുണ്ട്? നമ്മൾ യു പി കണ്ടു, 80 സീറ്റാണ് യു പിയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആകെയുള്ള സീറ്റുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ 20 സീറ്റാണ്. അതിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്ന് ഓർക്കണം 18+2. അതിൽ ആ 2 സീറ്റുകൾ ഏതൊക്കെയാണ്? ആലത്തൂരും മാവേലിക്കരയുമാണ്. ആലത്തൂരും മാവേലിക്കരയും. പട്ടികജാതി സംവരണം ഉള്ള 2 സീറ്റുകളാണ് മാവേലിക്കരയും ആലത്തൂരും. പട്ടികജാതി സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ റിസർവ്ഡ് ആയിട്ടുള്ള 2 സീറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മാവേലിക്കരയും ആലത്തൂരുമാണ്. അവിടെ വീണ്ടും പഠിക്കണം, മാവേലിക്കരയിൽ നിന്നുള്ള MP ആരാണ്? മാവേലിക്കരയിൽ നിന്നുള്ള MP ആണ് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷാണ് മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെന്റ് ലോക്സഭ MP എന്ന് ഓർക്കുക. ഇത് 8ാം തവണയാണ് അദ്ദേഹം ലോകസഭയിലേക്ക് എത്തുന്നത്. 8ാം തവണയാണ് ലോകസഭ MP ആയിട്ട് ആരെത്തുന്നത്? കൊടിക്കുന്നിൽ സുരേഷ് എത്തുക. ഇനി അടുത്ത മണ്ഡലമാണ് ആലത്തൂർ. ആലത്തൂരിൽ നിന്ന് ജയിച്ചത് K രാധാകൃഷ്ണനാണ്. K രാധാകൃഷ്ണൻ CPMന്റെ ഒരു മന്ത്രിയായിരുന്നു K രാധാകൃഷ്ണൻ. 15ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ നിന്ന് അദ്ദേഹം വിജയിച്ചിരുന്നു. അതിനുശേഷം 18ാം ലോകസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ലോകസഭയിലേക്ക് മത്സരിച്ചു. ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ലോകസഭയിലേക്ക് വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെച്ചു. അപ്പോൾ PSC ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: 2024 ലോകസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് രാജിവെച്ച മന്ത്രി ആരായിരുന്നു? അത് K രാധാകൃഷ്ണനാണ്. K രാധാകൃഷ്ണനാണ് രാജിവെച്ചത്. അപ്പം നിലവിൽ ആലത്തൂരിൽ നിന്നുള്ള MP ആണ് K രാധാകൃഷ്ണൻ. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു 3 കാര്യങ്ങൾ അവിടെ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. പാലക്കാട്, ചേലക്കര, വയനാട്. ഇതിൽ പാലക്കാടും ചേലക്കരയും നിയമസഭാ മണ്ഡലങ്ങളാണ്. എന്തുകൊണ്ടാണ് പാലക്കാട് ഒരു വേക്കൻസി വന്നത്? അത് ഷാഫി പറമ്പിൽ രാജിവെച്ച് ലോകസഭയിലേക്ക് പോയ ഒഴിവിലാണ്. അതേപോലെ ചേലക്കരയിൽ K രാധാകൃഷ്ണൻ രാജിവെച്ച് ആലത്തൂരിൽ നിന്ന് MP ആയ ഒഴിവിലേക്കാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 2024 നവംബർ മാസത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ ഒന്ന് പാലക്കാടും ചേലക്കരയും. ഇനി മൂന്നാമത്തെ പോയിന്റ് നമ്മൾ നോക്കേണ്ടത് വയനാടാണ് അടുത്ത ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അത് ലോകസഭയിലേക്കാണ്. അവിടെ ശ്രദ്ധിച്ചോർത്തു വയ്ക്കണം, സ്റ്റേറ്റ്മെന്റിൽ വയനാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. വയനാട് ലോകസഭാ മണ്ഡലത്തിലേക്കാണ് ബൈ ഇലക്ഷൻ നടന്നത്, ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൂടി ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ നോക്കേണ്ടത് ഫലപ്രഖ്യാപനം നടന്നു. ഫലപ്രഖ്യാപനം നടക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എന്തായാലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. കേരളത്തിലും പഠിക്കണം, കേന്ദ്രത്തിലും പഠിക്കണം. കേന്ദ്ര തലത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വിജയിച്ച പ്രധാനപ്പെട്ട ഇപ്പം മന്ത്രിമാരായിട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ മറ്റ് പ്രാധാന്യം അർഹിച്ചവർ, അങ്ങനെയായിരിക്കും നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിൽ ഒന്നാമത് വാരണാസി മണ്ഡലം. വാരണാസി മണ്ഡലത്തിൽ നിന്നുള്ള MP ആരാണ് എന്നാണ് ചോദ്യമെങ്കിൽ അത് നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് വാരണാസി മണ്ഡലത്തിൽ നിന്നുള്ള MP. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ഗുജറാത്ത് എന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നെന്നുകൂടി ഓർത്തു വയ്ക്കുക. ഗുജറാത്ത് എന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു. 23 വർഷക്കാലം തുടർച്ചയായി അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തി എന്ന പദവി കൂടി ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ലഭ്യമായിട്ടുണ്ട്. 2001 മുതൽ 2024 വരെ ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹം അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ്. 2001 മുതൽ 2014 വരെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലും 2014 മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലും അദ്ദേഹം തുടരുകയാണ്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കേണ്ട മറ്റൊരു പോയിന്റാണ്, തുടർഭരണം നേടുന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാലും നരേന്ദ്രമോദിയാണ്. തുടർഭരണം നേടുന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. അതായത് 2014 അദ്ദേഹം വിജയിച്ചു, 2019 വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. അപ്പോൾ 2 തവണ അധികാരത്തിലെത്തുന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 2 തവണ കാലാവധി പൂർത്തിയാക്കുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ചോദിച്ചാലും നരേന്ദ്രമോദി തന്നെയാണ്. ഇനി വാരണാസി ഏത് ജില്ലയിൽ ഏത് പാർലമെന്റ് മണ്ഡലം? വാരണാസി മണ്ഡലം നമുക്കറിയാം. വാരണാസി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വാരണാസി മണ്ഡലം ഏത് സംസ്ഥാനത്തു നിന്നുള്ളതാണ്? വാരണാസി ഉത്തർപ്രദേശിലെ മണ്ഡലമാണെന്നുകൂടി ഓർത്തു വയ്ക്കുക. ഗംഗാ നദിയുടെ തീരത്താണ് വാരണാസി സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തു വയ്ക്കുക. വാരണാസിയുടെ മറ്റൊരു പേരാണ് കാശി. കാശി എന്നറിയപ്പെടുന്നതും വാരണാസിയാണ്. അപ്പോൾ വാരണാസിയിൽ നിന്നുള്ള MP ചോദിക്കാം. വാരണാസി എന്നുള്ള MP ആണ് നരേന്ദ്രമോദി. അതേപോലെ നരേന്ദ്രമോദിയെ കുറിച്ച് ഓർക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ലോകസഭയുടെ കക്ഷി നേതാവ്.
ലോകസഭയുടെ ഭരണകക്ഷി നേതാവ് ആരാണെന്ന് ചോദിച്ചാലും നരേന്ദ്രമോദി തന്നെയാണ്. അതേസമയം രാജ്യസഭയിലെ കക്ഷി നേതാവ്, ലീഡർ ഓഫ് രാജ്യസഭ ചോദിച്ചാൽ അത് ജഗത് പ്രതാപ് നദ്ദയാണ്, JP നദ്ദ. അദ്ദേഹം നിലവിൽ ആരോഗ്യം കുടുംബക്ഷേമം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണെന്നും ഓർത്തു വയ്ക്കുക. ഇനി മുന്നോട്ട് വരുമ്പോൾ അടുത്ത മണ്ഡലമാണ് റായ്ബറേലി. റായ്ബറേലി എന്ന മണ്ഡലം നിലവിൽ ആരാണെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയാണ്. നിങ്ങൾക്കറിയാം, രാഹുൽ ഗാന്ധി വയനാട് നിന്ന് വിജയിച്ചിരുന്നു, പിന്നീട് അദ്ദേഹം അത് രാജിവെച്ചു. അപ്പോൾ റായ്ബറേലി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിൽ നിന്ന് ഉള്ളതാണ്. അപ്പോൾ റായ്ബറേലിയിലെ നിലവിലെ MP ആരാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി സ്ഥിരമായി മത്സരിച്ചു കൊണ്ടിരുന്ന ആയിരുന്നു ഏത്? റായ്ബറേലി. ഇപ്പോൾ നിലവിൽ റായ്ബറേലിയുടെ MP രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ നിലവിൽ ഓർത്തിരിക്കേണ്ട പോയിന്റാണ്, രാഹുൽ ഗാന്ധിയാണ് 18ാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്. 18ാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിയാണ്. ഓർത്തു വയ്ക്കേണ്ട മറ്റൊരു കാര്യം, 2014 മുതൽ 2024 വരെ, അതായത് 16ാം ലോകസഭയിലും 17ാം ലോകസഭയിലും പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകസഭയുടെ ആകെ അംഗസംഖ്യയുടെ 10% സീറ്റെങ്കിലും കിട്ടുന്ന ഒരു പാർട്ടിക്കായിരിക്കും ലോകസഭാ പ്രതിപക്ഷ നേതാവാകാൻ അർഹത. അങ്ങനെ കഴിഞ്ഞ തവണ ഒരു പാർട്ടിക്കും ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 99 സീറ്റുണ്ട്. അതുകൊണ്ടാണ് ലോകസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉള്ളത്. അപ്പം നിലവിലെ ലോക്സഭ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയാണ്. റായ്ബറേലി മണ്ഡലം. ഇനി അടുത്ത് ശ്രദ്ധേയമായി പഠിക്കേണ്ട മറ്റൊരു മണ്ഡലമാണ് അമേഠി. അമേഠി മണ്ഡലം എവിടെയാണെന്ന് ചോദിച്ചാലും ഉത്തർപ്രദേശിൽ തന്നെയാണ്. അമേഠിയിലെ നിലവിലെ MP ആരാണെന്ന് ചോദിച്ചാൽ കിഷോരി ലാൽ ശർമ്മ. കിഷോരി ലാൽ ശർമ്മ. കിഷോരി ലാൽ ശർമ്മയായിരുന്നു അമേഠിയിൽ നിന്നുള്ള MP. അടുത്ത മണ്ഡലമാണ് ഗാന്ധിനഗർ. ഗാന്ധിനഗർ ഗുജറാത്തിലാണ്. ഗാന്ധിനഗറിൽ നിന്നുള്ള MP ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷായാണ്. അമിത്ഷാ ആഭ്യന്തരം കൂടാതെ സഹകരണ വകുപ്പും കൈകാര്യം ചെയ്യുന്നു. ഇനി 18ാം ലോകസഭയുമായി ബന്ധപ്പെട്ടതല്ല, നമ്മൾ ചരിത്ര ഭാഗത്ത് നിന്ന് അറിയേണ്ടതാണ് ഫുൽപൂർ. ഫുൽപൂർ ആരുടെ ലോക്സഭാ മണ്ഡലമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവിന്റെ ലോക്സഭാ മണ്ഡലമായിരുന്നു ഫുൽപൂർ. നേരത്തെ പറഞ്ഞു റായ്ബറേലി ഇന്ദിരാഗാന്ധിയുടെ മണ്ഡലമായിരുന്നു. അതേസമയം റായ്ബറേലി കൂടാതെ തെക്കേ ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിച്ചിട്ടുണ്ട്. അത് ഏത് മണ്ഡലമായിരുന്നു എന്ന് ചോദിച്ചാൽ ചിക്കമംഗളൂരു ആണ്. ചിക്കമംഗളൂരു എവിടെയാണെന്ന് ചോദിച്ചാൽ കർണാടകയിലാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ഇനി ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ ചില റെക്കോർഡുകൾ. ആ റെക്കോർഡുകളാണ്, ഒന്ന്, എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മുകേഷ് ദലാൽ ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MP ആണെന്ന് ചോദിച്ചാൽ സൂറത്തിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹം BJPയുടെ ഒരു MP ആണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. മുകേഷ് ദലാൽ BJPയുടെ MP ആണ് സൂറത്തിൽ നിന്ന്. ഇനി സൂററ്റ് എവിടെയാണ്? ഗുജറാത്തിലാണ് സൂററ്റ്. ഇന്ത്യയുടെ വജ്ര നഗരം എന്നറിയപ്പെടുന്നത് സൂററ്റാണ്. അതുകൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം എവിടെയാണെന്ന് ചോദിച്ചാലും സൂററ്റിലാണ്. സൂററ്റ് താപ്തി നദിയുടെ തീരത്താണെന്നും ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MP ആരാണ്? എതിരില്ലാതെ തെരഞ്ഞെടുത്തതല്ല, തെരഞ്ഞെടുപ്പ് നേരിട്ട് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MP ആരാണെന്ന് ചോദിച്ചാൽ അത് ശങ്കർ ലാൽവാനിയാണ്. ശങ്കർ ലാൽവാനിയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. അത് ഏത് മണ്ഡലമാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലത്തിൽ നിന്നാണ് ശങ്കർ ലാൽവാനി വിജയിച്ചത്. അവിടെ 2ാം സ്ഥാനത്ത് എത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് നോട്ടയായിരുന്നു. ഇനി ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് രവീന്ദ്ര വായ്ക്കർ. മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലമാണ് രവീന്ദ്ര വായ്ക്കർ. ആകെ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെന്ന് ചോദിച്ചാൽ 48 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണെന്നും ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ ഓർക്കേണ്ടത്, അപ്പോൾ ഏകദേശമുള്ള കാര്യങ്ങളാണ്. ഇനി കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട 1-2 പോയിന്റുകളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ആരാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ 2024 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്
രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം വയനാടായിരുന്നു. നിലവിൽ അത് രാജിവെച്ചു. നിലവിൽ വയനാട് MP ഇല്ല. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടം കൂടിയാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ശേഷം ഇനി ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച അടൂർ പ്രകാശാണ്. ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് അടൂർ പ്രകാശാണ്. 684 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചതെന്ന് ഓർത്തു വയ്ക്കുക. മണ്ഡലം ചോദിച്ചാൽ ആറ്റിങ്ങൽ. അത് കേരളത്തിലാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചവരും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചവരുമാണ് നമ്മൾ പറഞ്ഞതെന്ന് ഓർത്തു വയ്ക്കുക. ഇനി തിരുവനന്തപുരം മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് ഡോക്ടർ ശശി തരൂരാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. ഇനി അവിടെ പ്രധാനമായിട്ടൊരു കറണ്ട് അഫയർ ഫാക്ട് നമ്മൾ പഠിക്കേണ്ടത് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് ആരാണ്? ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് KC വേണുഗോപാൽ. അത് എന്താണ് ഇപ്പോൾ പറയാൻ കാരണം? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് KC വേണുഗോപാൽ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ് KC വേണുഗോപാൽ. അതായത് പാർലമെന്റിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ധനകാര്യ ബില്ലുകളും ധനകാര്യ സംബന്ധമായ മറ്റു കാര്യങ്ങളും ഇന്ത്യയുടെ അക്കൗണ്ടുകളും മറ്റുമൊക്കെ CAG ഓഡിറ്റ് ചെയ്യും. CAGയെ കൂടാതെ പാർലമെന്റിനകത്ത് നിന്നുള്ളൊരു സമിതി, പാർലമെന്റിലെ MP കൂടിയൊരു സമിതി ഇതെല്ലാം പരിശോധിക്കുന്നതാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് KC വേണുഗോപാലാണ്. മണ്ഡലം ചോദിച്ചാൽ ആലപ്പുഴ മണ്ഡലം. ഇനി എത്ര പേരാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുക എന്ന് ചോദിച്ചാൽ 22 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. 22 അംഗങ്ങളാണ്. 15 പേര് ലോക്സഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നുമാണ്. 15 പേര് ലോകസഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നുമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലേക്ക് ഉണ്ടായിരിക്കുക. അപ്പം നിലവിലെ ചെയർമാൻ KC വേണുഗോപാലാണ്. ഇനി ഒരു സ്റ്റേറ്റ്മെന്റിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എപ്പോഴും ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായിരിക്കും എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന തെറ്റാണ്. പ്രതിപക്ഷത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു MP ആയിരിക്കണമെന്ന് മാത്രമേ നിബന്ധനയുള്ളൂ. ഓർക്കേണ്ട പോയിന്റ്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രതിപക്ഷത്ത് നിന്നുള്ള ഒരു MP ആയിരിക്കണം. അത് പ്രതിപക്ഷ നേതാവാവണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അപ്പോൾ പ്രതിപക്ഷത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു MP ആയിരിക്കണമെന്ന് ഓർക്കുക. ഇപ്പോൾ ഉള്ളത് KC വേണുഗോപാൽ, ആലപ്പുഴ മണ്ഡലം. ആകെ ഉള്ളത് 22 പേര്. 15 പേര് ലോകസഭ, 7 പേര് രാജ്യസഭ. ഇനി നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പോയിന്റാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. നിലവിൽ ആരാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ? നിലവിൽ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ് സഞ്ജയ് ജയ്സ്വാൾ. അവിടെ പ്രത്യേകത, ആകെ 30 അംഗങ്ങളുള്ള കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. ഈ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിൽ ലോകസഭയിൽ നിന്നുള്ള അംഗങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ലോകസഭയിൽ നിന്നുള്ള അംഗങ്ങൾ മാത്രം ഉള്ളത് ചോദിച്ചാൽ അത് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി ആണെന്ന് ഓർത്തു വയ്ക്കുക. 30 അംഗങ്ങളും ലോകസഭയിൽ നിന്നുള്ളതായിരിക്കും. നിലവിൽ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സഞ്ജയ് ജയ്സ്വാൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നോക്കി. ഇനി നമ്മൾ ഓർക്കേണ്ടത്, എന്നാണ് പുതിയ സർക്കാർ അധികാരമേറ്റത്? പുതിയ സർക്കാർ അധികാരമേറ്റത് 2024 ജൂൺ 9 അപ്പോൾ പുതിയ സർക്കാർ അധികാരമേറ്റു. രാഷ്ട്രപതിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. 2024 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി 72 മന്ത്രിമാരും, പ്രധാനമന്ത്രി അടക്കമാണ് 72 മന്ത്രിമാരും അധികാരത്തിലേറി ജൂൺ 9. 18ാം ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ജൂൺ 24, 2024 മുതൽ ജൂലൈ 3, 2024 വരെയാണെന്ന് ഓർത്തു വയ്ക്കുക. അവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ആരായിരുന്നു പ്രോടൈം സ്പീക്കർ? പ്രോടൈം സ്പീക്കർ ആയത് ഫർത്തർ ഹരി മെഹ്താബാണ് പ്രോടൈം സ്പീക്കർ ആയത്. ഇനി പ്രോടൈം സ്പീക്കറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതെന്ന് പറഞ്ഞാൽ 95-ൽ 1 ആർട്ടിക്കിൾ 95-ൽ 1 പ്രകാരമാണ് പ്രോടൈം സ്പീക്കറെ നിയമിക്കുക. അപ്പോൾ ഭർത്തർ ഹരി മെഹ്താബ് ആയിരുന്നു പ്രോടൈം സ്പീക്കർ. പ്രോടൈം സ്പീക്കർ എന്ന് പറഞ്ഞാൽ താൽക്കാലിക കാലത്തേക്ക് MP-മാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക എന്നുള്ള രീതിയിലാണ് പ്രോടൈം സ്പീക്കറെ നിയമിക്കുക. പ്രോടൈം സ്പീക്കർ ആരുടെ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. അപ്പോൾ ഈ പുതുതായിട്ട് വന്ന MP-മാരെ മുഴുവൻ ലോകസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യിക്കുക എന്നുള്ളതാണ് പ്രോടൈം സ്പീക്കറുടെ ചുമതല. അത് നിർവഹിച്ച ശേഷം സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. അങ്ങനെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പുതിയൊരു സ്പീക്കർ അധികാരത്തിലെത്തും. ഇതാണ് ഇന്ത്യയുടെ കീഴ്വഴക്കം. ഇനി അങ്ങനെയാണെങ്കിൽ 18ാം ലോകസഭയിലെ പ്രോടൈം സ്പീക്കറെ നമ്മൾ കണ്ടു.
ആരായിരുന്നു? ഭർത്തൃ ഹരി മെഹ്താബ്. അതേസമയം 15ാം നിയമസഭയിലെ ഇപ്പം നിലവിലുള്ള 15ാം കേരള നിയമസഭയിലെ പ്രോടൈം സ്പീക്കർ ആരായിരുന്നു ചോദിച്ചാൽ PTA റഹീം ആയിരുന്നു. PTA റഹീം ആയിരുന്നെന്നും ഓർത്തു വയ്ക്കുക. നമ്മൾ ഇനി നോക്കേണ്ടത് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. എന്താണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്? സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. അപ്പോൾ പുതിയ പാർലമെന്റ് മണ്ഡലത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. ബിമൽ ഹസ്മുഖ് പട്ടേൽ. അപ്പോൾ പുതുതായിട്ട് വന്ന പാർലമെന്റിന്റെ പേരാണ് സൻസദ് ഭവൻ. അപ്പൊ ഈ സൻസദ് ഭവനിൽ പുതിയൊരു സർക്കാർ അധികാരമേറിയത് 2024 നമുക്കറിയാം 2023 അന്നുണ്ടായിരുന്ന സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബാക്കി നടന്നതാണ് പുതിയ പാർലമെന്റിൽ. അപ്പോൾ സൻസദ് ഭവനിൽ പൂർണ്ണമായിട്ടും അധികാരത്തിലെത്തിയത് ഏത് ലോകസഭയാണെന്ന് ചോദിച്ചാൽ 18ാം ലോകസഭയായിരിക്കും. കാരണം ഇപ്പോഴത്തെ ലോകസഭയാണ്, അവിടെ ആദ്യമായി സത്യപ്രതിജ്ഞ നടന്നത് 18ാം ലോകസഭയിലാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ബിമൽ ഹസ്മുഖ് പട്ടേലിനെ കൂടി ഒന്ന് ഓർത്തു വയ്ക്കണം. അപ്പോൾ ഇത്രയാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒട്ടുമിക്കവാറും എല്ലാ പോയിന്റുകളും പറഞ്ഞു. ഇനി ഒരു പോയിന്റ് കൂടെ ഒന്ന് ഓർക്കണം. കേരളത്തിലെ ഒരു ജില്ലയെ പറ്റി കൂടെ ഒന്ന് ഓർക്കണം. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കി മാറ്റിയ ജില്ല ഏതെന്നാണ് ചോദ്യമെങ്കിൽ അത് കണ്ണൂർ ജില്ലയാണ്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കി മാറ്റിയ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ 2024 നമ്മൾ ഇലക്ഷനെ കുറിച്ച് ആദ്യമേ കണ്ടു. അതിനുശേഷം ഇലക്ഷൻ 2024 ഇലക്ഷൻ്റെ വിജ്ഞാപനം മുതൽ ഇലക്ഷൻ്റെ പ്രക്രിയ, അതിനുശേഷം ഇലക്ഷൻ്റെ ഡേറ്റുകളെല്ലാം നമ്മൾ നോക്കി. പിന്നെ പ്രധാനമായിട്ടുള്ള ആപ്പുകൾ, ആ ആപ്പുകളെല്ലാം പ്രധാനമാണ്. ആ ആപ്പുകൾ നോക്കി. പിന്നെ വന്നിട്ട് ഫലപ്രഖ്യാപനം, വിജയ്, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വന്ന ആൾക്കാർ, അങ്ങനെയുള്ള അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. ഇത്രയുമാണ് 2024 ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.